വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വളരെ മോശമായിട്ടാണ് സാമ്പത്തിക പങ്ക് സ്ത്രീകളുടേതായി കാണുന്നത്. Women today remain blocked from contributing their true potential. സ്ത്രീകൾ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇന്ന്. This has a huge cost. ഇത് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. Per capita income lag significantly because women are denied equal opportunity. ചില രാഷ്ട്രങ്ങളിൽ ആളോഹരി വരുമാനം വളരെയധികം കുറഞ്ഞു കാണുന്നുണ്ട്. കാരണം സ്ത്രീകൾക്ക് അവസര സമത്വം നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. They represent half the world's population, but അവർ ലോകത്തിൻ്റെ ഏകദേശം പകുതിയോളം പ്രതിനിധീകരിക്കുന്നുണ്ട്. far less than 50% of economic activity. പക്ഷേ അവർ ലോകത്ത് സംഭാവന നൽകുന്നത് സാമ്പത്തിക പ്രവർത്തനത്തിൽ 50% വളരെ താഴെയാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഗതി ഞാൻ 3 L's ഓഫ് വുമൻസ് എംപവർമെൻറ്റ് എന്ന രീതിയിൽ പറഞ്ഞ അവസര സമത്വത്തിനുള്ള വാതിലുകൾ തുറക്കപ്പെടാൻ വളരെ കണിശമായി പ്രയത്നിക്കുക എന്നതാണ്. ഈ 3 L's കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. പഠനം, വിദ്യാഭ്യാസം, ജോലി, നേതൃത്വം. ഇതാണ്. How did Christine Lagarde greet the gathering or the audience? Can you tell? Yes, right. Very good. Good afternoon. എങ്ങനെയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഈ ഗ്യാതറിങ്ങിനെ, ഈ ഒത്തുകൂടലിനെ അഭിവാദ്യം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. It is great to be among friends and kindred spirits. That's how she began the speech, right? Yes. അവർ തുടങ്ങിയത്, ഞാനിവിടെ ആയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാരോടുകൂടെയും ബന്ധക്കാരോടുകൂടെയും നല്ല ആത്മവിശ്വാസമുള്ള, ആത്മാക്കളുള്ള, എനർജറ്റിക്കായ ജനങ്ങളോടുകൂടെ ആയി എന്നതാണ്. Now, let's watch the beginning of a couple of great speeches. Please take your notebook and note down how they address the gathering. Will you? നമുക്ക് ഇപ്പോൾ വലിയ വലിയ മഹത്തുക്കളായ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രസംഗത്തിൽ തുടക്കം കൊണ്ടുവന്നത് എന്ന് നോക്കാം. Yes. Listen carefully to the video and come back. Don't forget to note how they began the speech. Your Majesties, Your Royal Highnesses, distinguished members of the Norwegian Nobel Committee. മലാല യൂസുഫ്സായി പറഞ്ഞതാണ്, നോർവീജിയൻ കമ്മിറ്റിയുടെ നോബൽ സമ്മാനത്തിനുള്ള നോർവീജിയൻ കമ്മിറ്റിയിലെ അംഗങ്ങളെ, നല്ല നല്ല പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, sisters and brothers, today is the day. ഇന്ന് നല്ല വലുപ്പമുള്ള മഹത്തരമായ ഒരു ദിവസമാണ്. എനിക്ക് സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. Of great happiness for me. Good evening, ladies and gentlemen. യുവതി യുവാക്കളെ, ഗുഡ് ഈവനിങ്. It is such an honor for me to be here tonight in this iconic. ഇവിടെ ആയത് വളരെ മഹത്വം എന്ന് എനിക്ക് തോന്നുന്നു. ഈ
യുനിസെഫിൻ്റെ 70ാം ആനിവേഴ്സറി ആഘോഷിക്കുന്ന UN-ൽ ആയി എന്നത് എന്നെ വളരെ സന്തോഷപ്പെടുത്തുന്നു. UN building celebrating UNICEF's 70th anniversary. So, you have watched the video. ഇവിടെ പ്രിയങ്ക ചോപ്രയുടെയും അതുപോലെ മലാല യൂസുഫ്സായിയുടെയും 2 വീഡിയോകളാണ് നിങ്ങൾ വീക്ഷിച്ചത്. And listen to it carefully. Hope you have identified the 2 great women. Yes. Haven't you noticed how they address the gathering? Of course, there are many ways to greet the audience. Ladies and അവരെങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യുവതി യുവാക്കളെ, ഡിയർ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയുള്ള വാചകങ്ങൾ കൊണ്ടാണ് അവർ അഭിസംബോധന തുടങ്ങിയത്. gentlemen, yes, if it is an informal speech, dear friends, brothers and sisters, etc. Okay, now you have an assignment. Listen to the speech. ഇപ്പോൾ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ്, നിങ്ങൾ സ്പീച്ച് ശ്രദ്ധിക്കുക. Of great people and write down how they have addressed the audience. നിങ്ങൾ പ്രധാനപ്പെട്ട ജനങ്ങളുടെ സ്പീച്ച് ശ്രദ്ധിക്കുക, പ്രസംഗം കേൾക്കുക, എന്നിട്ട് എങ്ങനെയാണ് അവർ അഭിസംബോധന ചെയ്തത് എന്ന് നോട്ട് ചെയ്യുക, എന്നിട്ടത് നിങ്ങളുടെ ടീച്ചേഴ്സിന് കാണിച്ചു കൊടുക്കുക. So you can search Google or Wikipedia. It's available in the internet. Okay, go online and find it out. നിങ്ങൾ വിക്കിപീഡിയ സെർച്ച് ചെയ്യാം, ഗൂഗിൾ സെർച്ച് ചെയ്യാം, അങ്ങനെ ഓൺലൈനിൽ പോവുക. Okay, and remember to submit it to your teacher and get the feedback. Okay? നിങ്ങൾ പ്രത്യേകം ഓർക്കണം, ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കരസ്ഥമാക്കണം. So now, back to Christine Lagarde's speech. വീണ്ടും നമുക്ക് ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ സ്പീച്ചിലേക്ക് പോകാം. Children, you might have noticed, she begins the speech with a statement. What is ഓക്കെ, അവർ തുടങ്ങിയത്, അവരുടെ പ്രസംഗം തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവനയിലൂടെയാണ്. എന്താണ് ആ പ്രസ്താവന? that statement? She says, 21st century poses many challenges. Okay? Now tell me. ആ സ്റ്റേറ്റ്മെൻറ്റ് 21ാം നൂറ്റാണ്ട് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നു എന്നതാണ്. What is the challenge that she highlights here? Can you write it down? അവർ പ്രതിപാദിച്ച എടുത്തു പറഞ്ഞ ചാലഞ്ച്, വെല്ലുവിളി എന്താണ്? It's there in the textbook. It's there in the first paragraph. What are the challenges? Is it global warming? Is it global warming, children? Any such kind of... അത് വളരെ കൃത്യമായി ആദ്യ ഖണ്ഡികയിൽ തന്നെ ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്ലോബൽ വാർമിംഗ് ആണോ, സൂര്യതാപനമാണോ, ആഗോളതാപനമാണോ? Mentioned there? No. Is it population explosion? അത് അല്ല, ആഗോളതാപനമല്ല. അത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണോ, അണുവിസ്ഫോടനമാണോ, ജനസംഖ്യാ വിസ്ഫോടനമാണോ? Is it teacher? നോ, അല്ല. It's not. Then what? പിന്നെന്താണ്? Yes, you are right. പിന്നെന്താണ്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. It is about lack of women participation in the growth of economy. അതെ, അതിതാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൻ്റെ കുറവ്. എന്തിൽ? വളർച്ചയിൽ,
സാമ്പത്തിക വളർച്ചയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിൻ്റെ കുറവാണ് ഹൈലൈറ്റ് ചെയ്തത്. Stated that very clearly in the first paragraph. Check your answers, whether it is right or wrong. It's all right. You can take it down. Write it down in your notebook. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾ എഴുതിയ ഉത്തരവും ഇതുമായി തട്ടിച്ചു നോക്കി ശരിയാണോ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. Yes. Very good. Okay. Now, why do you think women's participation is less in our economy? Here, we have read that Christine Lagarde says women represent 50% of the population. Then why the participation? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ കുറയാനുള്ള കാരണം? ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞിട്ടുണ്ട് 50% സ്ത്രീകളാണ് ലോകത്തിൻ്റെ പോപ്പുലേഷനിൽ വരുന്നത്. ജനസംഖ്യയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% വരും. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? Of women is less in our economy. Why does she say so? Can you say? Yes, right. Because they remain blocked from contributing their true potential. Of course, women have got many potential or they have got abilities, but they are blocked. There are many barriers. Because of that, they cannot contribute. What do you? കാരണം ഇത് തന്നെ, അത് ശരിയാണ്. എന്താണ്? അവർക്ക് വളരെയധികം കഴിവുകളുണ്ട്, പക്ഷേ അവരെ തളക്കപ്പെട്ടിരിക്കുന്നു. You think are the different blocks? Yes, teacher was saying about the different blocks that stop women from taking their true potential out. What are the different blocks? Can you list down? എന്തൊക്കെയാണ് ആ തടസ്സങ്ങൾ? നമുക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ? Lack of education, lack of. ഒന്നാമത്തത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, രണ്ടാമത്തത് അവസരത്തിൻ്റെ കുറവ്, മൂന്നാമത്തത് ലിംഗ വിവേചനം. Opportunity, yes. Gender discrimination, of course. All these are various kinds of blocks. These are only a few. You can add more. There are many blocks that women face. ഇത് വളരെ കുറച്ച് മാത്രമാണ്. ഇനിയും ബ്ലോക്സുകൾ ഉണ്ടാവാം. നിങ്ങൾക്ക് ഇതിനോട് എന്തൊക്കെ ബ്ലോക്സുകളാണെന്ന് കൂട്ടിച്ചേർക്കാം. You can add more and more points and you can have a discussion with your teacher later. Okay. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുമായി ചർച്ച നടത്താവുന്നതുമാണ്. So Christine Lagarde here suggests some ways to break these blocks. She has got a solution also. Okay, let's see what it is. Can you tell us what it is? ക്രിസ്റ്റ്യൻ ലഗാർഡ് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ബ്ലോക്സുകൾ നമുക്ക് പൊട്ടിക്കാൻ കഴിയുക എന്നും പറഞ്ഞു തരുന്നുണ്ട്. Yes, you can go through the first paragraph and find out what is the solution to all these blocks. Yes, they are the 3 L's. Yes, it's on the screen. അതെ, അതേതാണ് ആ പരിഹാരം? ദ 3 L's. What are the 3 L's? Right. Learning, labor and leadership. These are the 3. ഏതൊക്കെയാണ് ആ 3 L's? എല്ല് കൊണ്ട് തുടങ്ങുന്ന 3 വാക്കുകൾ. 1 ലേണിംഗ്, വിദ്യാഭ്യാസം. 2 ലേബർ, തൊഴിൽ. 3 ലീഡർഷിപ്പ്, നായകത്വം. 3 L's that Christine Lagarde suggests to empower women. Right. Do you think these 3 L's can help women overcome their blocks? What do you think? What is your opinion? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നോ? ഈ 3 കാര്യങ്ങളാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് നമുക്ക് മുന്നിൽ വെച്ച് തന്നിരിക്കുന്നത് സൊല്യൂഷനായി, പരിഹാരമായി.
നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പാരഗ്രാഫ് കമൻറ്റ് എഴുതുക. You can write your comments in a paragraph and submit it to your teacher. You can use these expressions which you can see on the screen while you write a paragraph. നിങ്ങൾ ഒപ്പീനിയൻ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ, വേർഡ്സുകൾ ഉപയോഗിക്കാം, ഫ്രേസുകൾ ഉപയോഗിക്കാം. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം. When you express your opinion, you can use such expressions like I think, yes, I believe, in my opinion, as far as I am concerned. So don't forget to use these expressions while you write your assignment. Do write the assignment and submit it to your English teacher. Don't forget. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോകരുത്. നിങ്ങൾ അസൈൻമെൻറ്റ് റെഡിയാക്കി ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യണം. Okay? Yes. So this is for today's English class. We'll meet soon. Okay? So be safe until we meet again. One more thing. അതുകൊണ്ട് നിങ്ങൾ ബി സേഫ്, സുരക്ഷിതരായി കഴിയൂ. അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കാണുന്നത് വരെ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, If at all you're going out, don't forget to wear your mask. Use sanitizers also. Be safe. നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് മാസ്ക് ധരിക്കുന്നതിന്. അതുപോലെ നിങ്ങൾ വൃത്തിയെയും നിങ്ങൾ മറക്കരുത്. Thank you. See you soon. Bye. Thank you. താങ്ക് യു വെരി മച്ച്.